പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഹൈപ്പും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ എന്നാ ബാ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് 3 ഞാലിപ്പൂവും നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ തോലൊക്കെ ഒന്ന് കറുത്ത കേട്ടോ, നല്ല അങ്ങനെയുള്ള പഴമൊന്നും കളയണ്ട, നല്ല ടേസ്റ്റാണ് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ. അപ്പോൾ ഈ 4 പഴവും ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിന് ആവശ്യം മധുരമുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ ചേർക്കാം. ഞാൻ എന്തായാലും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വാനില എസൻസ് ചേർത്തോളൂ. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ മക്കളെ ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ വെറുതെ ചെറുപഴം ഒന്നും വേസ്റ്റാക്കി കളയരുത്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ജ്യൂസായത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം, മറക്കാതെ തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ തന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, ഇപ്പോൾ 2 ഗ്ലാസ്സിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ഗ്ലാസിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പീനട്ട് ഉണ്ടെങ്കിൽ അത് ഞുറുക്കിയതോ, ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഞുറുക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഒരു കുറച്ച് മാത്രം ഒന്ന് ഞുറുക്കി ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാം ഞുറുക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് തണുപ്പുമുണ്ട്, നല്ല മധുരവും പോരാത്തതിന് ആ വാനിലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ പാൽപ്പൊടിയുടെ മണോ എല്ലാം കൂടെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് നിങ്ങൾ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.